ജനുവരി 2 വിശുദ്ധ ബേസിൽ ദി ഗ്രേറ്റ്, ആശുപത്രി നടത്തിപ്പുകാരുടെ രക്ഷാധികാരി. കപ്പഡോഷ്യയിലെ സിസേറിയയിലാണ് വിശുദ്ധ ബേസിൽ ദി ഗ്രേറ്റ് ജനിച്ചത്. വിശുദ്ധ ബേസിൽ മൂപ്പൻ്റെയും വിശുദ്ധ എമിലിയയുടെയും 10 മക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരവധി സഹോദരി സഹോദരന്മാർ വിശുദ്ധരുടെ ഇടയിൽ ആദരിക്കപ്പെടുന്നു. അദ്ദേഹം സിസേറിയയിലും കോൺസ്റ്റന്റിനോപ്പിളിലും ഏഥൻസിലും സ്കൂളുകളിൽ പഠിച്ചു. അവിടെ അദ്ദേഹം വിശുദ്ധ ഗ്രിഗറി നാസിയൻസുമായി 352 പരിചയപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം സിസേറിയയിൽ ഒരു പ്രസംഗ വിദ്യാലയം തുറക്കുകയും നിയമം പരിശീലിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം ഒരു സന്യാസിയാകാൻ തീരുമാനിക്കുകയും പോണ്ടസിൽ ഒരു ആശ്രമം കണ്ടെത്തുകയും ചെയ്തു. അത് അദ്ദേഹം 5 വർഷത്തേക്ക് നയിച്ചു. കിഴക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും ശാശ്വതമായ ഒരു സന്യാസ ഭരണം അദ്ദേഹം എഴുതി. മറ്റ് നിരവധി ആശ്രമങ്ങൾ സ്ഥാപിച്ച ശേഷം അദ്ദേഹത്തെ നിയമിക്കുകയും 370 സിസേറിയയിലെ ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു. 379 മരിക്കുന്നതുവരെ ഈ പോസ്റ്റിൽ അദ്ദേഹം വിപുലമായ പഠനവും നിരന്തര പ്രവർത്തനവും യഥാർത്ഥ വാക്ചാതുര്യവും അപാരമായ ചാരിറ്റിയുമുള്ള ഒരു മനുഷ്യനായി തുടർന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മഹത്തായ പദവിയും അദ്ദേഹത്തിൻ്റെ മരണശേഷം സഭയുടെ ഡോക്ടർ പദവി നേടിക്കൊടുത്തു. ആദിമസഭയിലെ അധികായന്മാരിൽ ഒരാളായിരുന്നു ബേസിൽ. ബെസന്റൈൻ ഈസ്റ്റിലെ ആര്യനിസത്തിനെതിരായ നിസീൻ യാഥാസ്ഥിതികതയുടെ വിജയത്തിന് അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. കൂടാതെ 381-82 കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിൽ ആര്യനിസത്തെ അപലപിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നിമിത്തം വലിയ അളവിലാണ്. ബേസിൽ സൈമോണിയോട് പോരാടി വരൾച്ചയുടെയും പട്ടിണിയുടെയും ഇരകളെ സഹായിച്ചു. മെച്ചപ്പെട്ട പുരോഹിതന്മാർക്കായി പരിശ്രമിച്ചു. കർക്കശമായ ഒരു വൈദിക അച്ചടക്കത്തിന് നിർബന്ധിച്ചു. തിന്മ കണ്ടെത്തിയിടത്തെല്ലാം നിർഭയമായി അപലപിച്ചു. കപ്പഡോഷ്യയിലെ വ്യാപകമായ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരെ പുറത്താക്കി. അദ്ദേഹം പഠിപ്പിച്ചു. രാഷ്ട്രതന്ത്രത്തിൽ നിപുണനായിരുന്നു. വ്യക്തിപരമായ വിശുദ്ധിയുടെ വ്യക്തിത്വവും ക്രിസ്തുമതത്തിൻ്റെ മഹാനായ പ്രഭാഷകരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം.